ദൃശ്യം എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം മലയാളികൾ ഒരുപാട് അന്വേഷിച്ച നടിയാണ് അൻസിബ ഹസൻ. എല്ലാവർക്കും അറിയേണ്ടിയിരുന്നത് ഒരേയൊരു കാര്യമാണ്, ആ വലിയ വിജയത്തിന് ശേഷം അൻസിബ എവിടെയായിരുന്നു? പലരും വിചാരിച്ചത് അവർ സിനിമയിൽ നിന്ന് മാറിപ്പോയെന്നാണ്. പക്ഷേ സത്യം അതല്ല. അന്ന് അൻസിബ നാട് വിട്ട് ഗൾഫിലേക്ക് പോയിരുന്നു. എന്തുകൊണ്ട് അവർ അങ്ങനെയൊരു തീരുമാനമെടുത്തു? ആ പ്രവാസി ജീവിതത്തിന് പിന്നിലെ സത്യം നമുക്ക് നോക്കാം. സിനിമയുടെ തിളക്കത്തിൽ നിന്ന് മാറി ഒരു സാധാരണക്കാരിയായി ജീവിക്കാൻ അൻസിബ തീരുമാനിച്ചപ്പോഴാണ് അവർ ഗൾഫിലേക്ക് ചേക്കേറിയത്. ഒരു പ്രവാസി ജീവിതം നയിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. കുടുംബപരമായ ചില സാഹചര്യങ്ങളും സാമ്പത്തിക സുരക്ഷിതത്വവുമൊക്കെ ആ തീരുമാനത്തിന് പിന്നിലുണ്ടായിരുന്നു. സിനിമയിൽ കിട്ടുന്ന പ്രശസ്തിയേക്കാൾ അവർ അന്ന് പ്രാധാന്യം നൽകിയത് കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കായിരുന്നു. പലരും അവസരങ്ങൾ കുറഞ്ഞതെന്ന് തെറ്റിദ്ധരിച്ചെങ്കിലും അൻസിബ അന്ന് ഗൾഫിലെ തിരക്കുകളിലായിരുന്നു. ഇത്രയും കാലത്തെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തിയപ്പോഴാണ് മറ്റൊരു വലിയ വിവാദം അൻസിബയെ തേടിയെത്തിയത്. സിനിമയിലെ അവസരങ്ങളെക്കുറിച്ച് നടൻ ടിനി ടോം നടത്തിയ പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. എന്നാൽ ഇതിനെതിരെ അൻസിബ മൗനം പാലിച്ചില്ല. താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വേദനിപ്പിച്ചു എന്ന് അൻസിബ വ്യക്തമായി തന്നെ പറഞ്ഞു. ഒരു സഹപ്രവർത്തകനിൽ നിന്ന് ഇങ്ങനെയൊരു പരാമർശം പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും താൻ എവിടെയായിരുന്നു എന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും ഇത്തരത്തിൽ സംസാരിച്ചത് തെറ്റാണെന്നും അവർ തുറന്നടിച്ചു. ഇത്തരം അധിക്ഷേപങ്ങൾ ഒരു കലാകാരിയുടെ മനോവീര്യത്തെ എങ്ങനെ ബാധിക്കുമെന്നത് ഈ സംഭവം മലയാളികളെ ഓർമ്മിപ്പിച്ചു. പ്രവാസ ജീവിതവും വിവാദങ്ങളുമൊക്കെ പിന്നിട്ട് ഇന്ന് അവതാരകയായും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായും അൻസിബ കൂടുതൽ കരുത്തോടെ തിരിച്ചു വന്നിരിക്കുകയാണ്. വിമർശനങ്ങൾക്കിടയിലും സ്വന്തം വഴി സ്വയം കണ്ടെത്തുന്ന അൻസിബയുടെ ഈ യാത്രയെക്കുറിച്ച് നിങ്ങൾ എന്താണ് കരുതുന്നത്? ടിനി ടോമിന്റെ വിഷയത്തിൽ അൻസിബയുടെ മറുപടി ശരിയായിരുന്നോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക.